ഹലോ എവരി വൺ. വീണ്ടും ഞാനൊരു ആനുകാലിക വിഷയം, ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജനാധിപത്യം വിൽക്കാനുള്ളതല്ല. നമസ്കാരം, ഇത് ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കെ വേലന്താവളം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ പുറമെ വിജയകാഹളം മുഴക്കുമ്പോഴും ഉള്ളിൽ ആത്മവിശ്വാസം കരിമ്പുമില്ലാത്തവർ പയറ്റുന്ന പുത്തൻ അടവുകൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ട്രെൻഡ് ഞങ്ങൾക്കൊപ്പമാണെന്ന് വിളമ്പുന്നവർ എന്തിനാണ് ഇരുട്ടിന്റെ മറവിൽ വോട്ടർമാരുടെ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ തേടി നടക്കുന്നത്? ഡിജിറ്റൽ ഇടപാടിലൂടെ ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നതാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. പണം വാങ്ങി വോട്ട് മറിച്ചു കുത്താമെന്ന് കരുതിയവർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? നിങ്ങൾ പണം നൽകിയവർ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഇതിനകം തന്നെ പുറത്തായി കഴിഞ്ഞു. അതെ, പണം തന്നവർ തന്നെയാണ് നിങ്ങളെ കൊടുക്കാൻ ഈ വിവരങ്ങൾ ചോർത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പാർട്ടി ഓഫീസിൽ മുഴുവൻ ചാരന്മാരെ, ഒരുത്തരെ നമ്പാൻ കൊള്ളൂല. രഹസ്യമായി വോട്ട് ചെയ്താൽ ആരും അറിയില്ലെന്നാണോ വിചാരം? വരുന്ന തെരഞ്ഞെടുപ്പിലെ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ട് കണക്കുകളും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ മാത്രം മതി എവിടെയാണ് വോട്ട് ചോർന്നതെന്നും ആരാണ് വോട്ട് വിറ്റതെന്നും കൃത്യമായി കണ്ടുപിടിക്കാൻ. വോട്ട് കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ഈ ചതിക്ക് കൂട്ടുനിന്നവരുടെ മുഖമൂടികൾ വരും ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അഴിഞ്ഞു വീഴും. പണം വാങ്ങി വഞ്ചന കാട്ടിയവർ സ്വന്തം സംഘടനകളിൽ നിന്ന് തന്നെ ശക്തമായ നടപടികൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ഇതാണോ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം? ഇതാണോ തിരഞ്ഞെടുപ്പ് മര്യാദ? പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ ഒറ്റിക്കൊടുപ്പിനും കൂട്ടിക്കൊടുപ്പിനും നിങ്ങൾ ഇരയാകരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ കളികളാണ് ഇവിടെ നടക്കുന്നത്. ഓർക്കുക, ചിന്തിക്കുക. ചതിയുടെയും അഴിമതിയുടെയും ഈ കളികൾ ഇവിടെ വിലപ്പോകില്ല. കാരണം ഇത്രയും നാൾ അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലേ ഇപ്പുറത്ത് ഒരുത്തം കാണുന്നു? ഒരു മര്യാദ വേണ്ടേ? പണം വാങ്ങി നിങ്ങളുടെ വോട്ടുകൾ വിൽക്കുന്നവർ ഭാവിയിൽ ഭയപ്പെടുക തന്നെ വേണം. അഴിമതിയെ തിരിച്ചറിയുക, ജാഗരൂകരായിരിക്കുക, നാടിന്റെ നന്മയ്ക്കായി ധീരമായി വോട്ട് ചെയ്യുക.